നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇത് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം നടത്തൊരു സ്ഥാപനമാണ്. ഒരു പത്രസ്ഥാപനം മാത്രമല്ല, അല്ലെങ്കിൽ ചാനൽ മാത്രമല്ല. പറയാൻ കാരണം, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഫാദർ ഫാസിൽ അവർകൾ തൻ്റെ മകൻ്റെ കല്യാണം നടത്തിയത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, ഒരു നോമ്പ് കാലത്താണ്. സാധാരണഗതിയിൽ മുസ്ലിം സമുദായങ്ങൾ വെള്ളിയാഴ്ച ദിവസം കല്യാണം വയ്ക്കാറില്ല, നോമ്പ് കാലത്ത് വയ്ക്കാറില്ല. പക്ഷെ ഒരു തെറ്റുമില്ല. ഇത് തെറ്റെന്താണ്? നോമ്പ് കാലത്ത് പകൽ ഭക്ഷണം കഴിക്കലാണ് ഹറാം, തെറ്റ്. മറ്റേ ജുമാ മുടക്കിക്കൊണ്ട് നിക്കാഹ് ചെയ്യലാണ് തെറ്റ്. ഇത് രണ്ടുമില്ലെങ്കിൽ വെള്ളിയാഴ്ച കല്യാണം നടത്താം, നോമ്പ് കാലത്ത് നടത്താം. പക്ഷെ ഭക്ഷണം വിതരണം ചെയ്താലും നോമ്പ് തുറന്നതിന് ശേഷം. മറ്റു നിക്കാഹെല്ലാം കഴിയുന്ന ജുമാക്ക് ശേഷം. ജുമാക്ക് മുൻപ് ചെയ്യുന്നതൊക്കെ നല്ല ജുമാക്ക് ശേഷമാണ്. ഇത് രണ്ടുമാണ് അദ്ദേഹം ചെയ്തത്. ഞാനിപ്പോൾ പറയാൻ കാരണം, ഇദ്ദ ഇരിക്കുക എന്ന് പറഞ്ഞ് ഒരു സംവിധാനം മുസ്ലിങ്ങളുടെ ഇടയിൽ. ഭർത്താവ് മരിച്ച സ്ത്രീ 4 മാസവും 10 ദിവസവും ആ സമയത്തിനുള്ളിൽ വിവാഹം ചെയ്യുകയോ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയോ പാടില്ല. ബാക്കി പ്രാഥമിക കാര്യങ്ങൾ, ജോലിയുള്ള സ്ത്രീയാണ് ജോലിക്ക് പോകുന്നോ, അല്ലെങ്കിൽ അതേവരെയും ഭർത്താവിന് അനിയന്മാരെ ഏട്ടന്മാരെ കണ്ടുകൊണ്ടിരുന്നവർ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കാണുന്നതിനോ അല്ലെങ്കിൽ അമ്മായിപ്പിനെ കാണുന്നതിനോ ഒന്നും ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ആർഭാടമാവുകയോ വിവാഹം കഴിക്കുകയോ മറ്റ് കലാകേളി അല്ലെങ്കിൽ നേരം പോക്ക് മുതലായ അതിലൊക്കെ ചെയ്യുന്നതാണ് നിഷിദ്ധം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യന് സംബന്ധിച്ച്, ഒരു പുരുഷന് സംബന്ധിച്ച് 2 കോടിക്ക് 3 കോടിക്ക് ഇടക്ക് സന്താനം ഉൽപ്പാദിക്കാനുള്ള ബീജം അവൻ ഉണ്ടാക്കുന്നുണ്ട്. അവന് ഉണ്ടാകും 2 to 3 crore. അത് അത്ര അറിയാലോ. ഒരു 60 അല്ലെങ്കിൽ 50, ഒരു 20 അല്ലെങ്കിൽ 18 മുതൽ 60 വരെ ഒരു 42 വർഷക്കാലം. അത് കഴിഞ്ഞാൽ ഗർഭത്തിരിക്കുക സന്താന ഉൽപ്പാദനം ഉണ്ടാവും. എങ്കിൽ പറയാണ് 2 കോടി 3 കോടി ഒരു എത്ര വന്നത് സെക്കൻഡിൽ കൂടുതലുണ്ട്. പിന്നെ അപ്പോൾ അത്രയും സങ്കീർണമാണ് പുരുഷ ബീജം സ്ത്രീക്ക് ജന്മം കൊടുക്കാൻ. 2 കോടിക്കുള്ളിൽ 3 കോടി നമ്മൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഗൗരവം മനസ്സിലാക്കി. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഒരു പട്ടാളക്കാരൻ, അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തോക്ക് ഇന്ന് ഉണ്ട പോവുകയും ആ ഉണ്ട വേറൊരു പട്ടാളക്കാരൻ്റെ വൃക്ഷം തുളച്ച് കയറി അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ആ സ്ത്രീ ഗർഭം ധരിച്ചായിട്ട് പറയുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒക്കെ അത് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അല്ലെങ്കിൽ തന്ത്രം അല്ലെങ്കിൽ യുക്തി അല്ലെങ്കിൽ ബുദ്ധി നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്, അപ്പുറത്താണ്. മറ്റൊന്ന്, പ്രവാചക കാലത്ത് ഒരു സഹാബി നടന്നു പോയ വഴിക്ക് സ്കല്ലമുണ്ടായി. പുരുഷന് ബീജം സ്കലിക്കാം. അതിനിപ്പോൾ സ്വയം പോകും ചെയ്യുന്ന, അല്ലാതെയും വരാം, ഉറക്കത്തിൽ വരാം, അല്ലാതെ പോകുമ്പോഴൊക്കെ വരാം. അദ്ദേഹം അത് തുടച്ച് ഒരു തുണി കൊണ്ട് അല്ലെങ്കിൽ തുടച്ച് ഇങ്ങനെ മതിലിൽ വെച്ച്, അല്ലെങ്കിൽ വേലിക്കെട്ടിൽ മതിലാണ് അന്നൊക്കെ. ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കരിങ്കൽ മതിലൊന്നും അപൂർവമല്ലേ ഉള്ളൂ. വേലിക്കെട്ട് അല്ലെങ്കിൽ ഈന്തപ്പന ഉണ്ടാക്കി അത് വെച്ച് അതിൽ നടന്നു വന്ന ഒരു സ്ത്രീ മെൻസസ് ആയപ്പോഴും പെട്ടെന്ന് വന്നതുകൊണ്ട് ഇന്നത്തെ പോലെ നാപ്കിനൊന്നുമില്ലല്ലോ. അവിടെ കണ്ട തുണിക്കഷ്ണം അല്ലെങ്കിൽ ആ പഞ്ഞിക്കഷ്ണം എടുത്ത് ഡ്രസ്സ് ചെയ്ത് അവൾ കൊളി മാറി, അവൾ ഗർഭിണിയായി. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? എക്സ്ട്രാ ഓർഡിനറി. നമ്മൾ 60 വർഷക്കാലമുള്ള കാര്യമാണ് സിനിമയിൽ 2 മണിക്കൂർ പറയുന്നത്. അതുകൊണ്ട് നാടകീയ മുഹൂർത്തങ്ങൾ പറയും. അവിടെ ആൾക്കാർ വിശ്വസിക്കാൻ പറ്റില്ല. അതിന് ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ 60 വർഷത്തെ ജീവിത സമയത്തോട് നടക്കുന്ന മുഴുവനാണ് 2 മണിക്കൂറിൻ്റെ കഥയെ രൂപയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനാണ് പറയുന്നത് നാടകീയ മുഹൂർത്തങ്ങൾ. അതിന് വക്കീലന്മാർ 19 വർഷത്തെ കേസ് അവൻ്റെ ജീവിതം മുഴുവൻ പഠിച്ച് 2-3 ദിവസം കൊണ്ട് കോടതിയിൽ പറയണ്ടേ? അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം ആ സമയത്ത്
3 മാസവും 10 ദിവസം, 4 മാസവും 10 ദിവസവും എൻ്റെ മകള് സംഭവം അങ്ങനെയാണ്. 4 മാസം 10 ദിവസം കഴിഞ്ഞ് 14 ദിവസം നിക്കാഹ് കഴിച്ചു. ഒരു ചെറിയ ഡൈവോഴ്സ് കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്ര രഹസ്യമാണ് ആ ഭർത്താവായിട്ട് ഇടപഴകിയ സമയത്ത്. എന്തെങ്കിലും കാരണവശാൽ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റേതേതെങ്കിലും രീതിയിൽ ആകെ ഭർത്താവ് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രസവിക്കുന്നതിന് വിവാഹം കഴിക്കാൻ പാടില്ല, വേറെ ആൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാനും പാടില്ല. പക്ഷെ അതിനാണ് 4 മാസം എടുത്ത്. സാധാരണ 90 ഡേയ്സാണ്, അത് 120 ആയി. പിന്നെ എക്സ്ട്രാ 10 ദിവസത്തിന് കൊടുത്ത്. അതിനുശേഷം പിന്നെ അവൾ ആർക്കും ചില ഇസ്ലാമിക ആചാരപ്രകാരം ആർക്കും വിവാഹം കഴിക്കുക ആ രീതിയിൽ. അതുകൊണ്ട് മാത്രമാണ് അവൾ ഒതുങ്ങിയിരിക്കണം, കഴിയുന്ന വീട്ടിൽ പുറത്ത് പോകാതിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫാദർ മരിച്ചപ്പോഴേ എൻ്റെ ഉമ്മ സങ്കടപ്പെട്ട്. ഇത് പള്ളിക്കാട്ടിലാണല്ലോ. അപ്പോൾ എൻ്റെ അമ്മാവും മുഹമ്മദ് സാറ് പറഞ്ഞ്, കുഞ്ഞിത്താന്ന് വിളി. കുഞ്ഞിത്ത എന്തിനെ പേടിക്കണം, നമ്മുടെ പറമ്പല്ലേ ഇത്, 1.5 കിലോമീറ്റർ പോകുന്നത് നമ്മുടെ പറമ്പിൽ കൂടി തന്നെയാണ്. പോയി രാത്രി ഏതെങ്കിലും സമയത്ത് ആളില്ല സമയത്ത് പോയി അവിടെ ചെന്ന് പോരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അങ്ങനെ അധികമായിട്ട് പുറത്തിറങ്ങുകയോ ഒരു ആർഭാടക കലയിലേക്ക് പങ്കെടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. അതാണ് ഒതുങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ദുഃഖാചരണമാണല്ലോ. പക്ഷെ ജോലിക്ക് പോകുന്ന സ്ത്രീ, അവർക്കത് ജോലിക്ക് പോകാം. ആ ജോലിക്ക് പോകുമ്പോഴും അവൾ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് ഡ്രസ്സ് ചെയ്ത് മുടിയെ കറുപ്പിച്ച് മറ്റ് ആണുങ്ങളായിട്ട് ഇടപെടുക ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ട് അത് ചെയ്യാം എന്ന് ഞാൻ വിനീതമായി അങ്ങോട്ട് പറയുകയാണ്. അല്ലാതെ അത്ര മോശമായൊരു സംവിധാനമല്ല ഇസ്ലാം മതമെന്നും അത്ര മോശമായൊരു സംസ്കാരമല്ല ഇസ്ലാം എന്നും പറയാൻ വേണ്ടി അത് പറഞ്ഞത്. ഇത് പറയാൻ കാരണം, ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് കാലടിക്ക് പോകുന്ന വഴിയിൽ ശ്രീമൂലനഗരം, അവിടെ ശ്രീമൂലനഗരം വിജയനുണ്ട്, സിനിമ അഭിനേതാവും കഥ എഴുത്തുകാരനും പാട്ടെഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അനുജനുണ്ട് ശ്രീമൂലം മോഹൻ. അദ്ദേഹം ഏഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർഡ് ചെയ്ത് അദ്ദേഹം സിനിമയുടെ കഥയാണ് അഷ്ടബന്ധ സിനിമ. അത് ശ്രീമൂലനഗരം, അവിടെ രജിസ്റ്റർ ഓഫീസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോഴത്തെ എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ ഹെർബർട്ട് റോഡുണ്ട്. ഹെർബർട്ട് റോഡ് അത് പണ്ട് രാജാക്കന്മാർ പണിതാണ്, ബ്രിട്ടീഷുകാർ വരുത്താണ്, ബ്രിട്ടീഷുകാർ വരുത്താണ്. അതാണ് ഹെർബർട്ട് പേര് കൊടുത്ത്, ഒരു സാഹിബിന് പേരാണ്. അവിടെ റോഡ് നല്ല വീതിയിൽ റോഡാണ്. അതേത് 150 വർഷം മുമ്പുള്ളവർ വന്ന് വീതിയിൽ റോഡ്. ഒരു മല കടന്നു പോകണം, ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററുള്ള മല ദൂരമുണ്ട്. ആ മല വെട്ടി ഇരുത്തിയപ്പോഴേ ഇങ്ങനെ സ്ലോപ്പായിട്ടാണ്. 150 വർഷമായിട്ടും ആ റോഡിന് ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ മല വെട്ടി ഇരുത്തുമ്പോൾ അതിന് ചരിവ് കൊടുക്കണം. അത് ശാസ്ത്രം സമ്മതിച്ച കാര്യമാണ്. അതുപോലെ റോഡ് ഫില്ല് ചെയ്തിരിക്കുമ്പോൾ താഴെ സ്ഥലം ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ചരിവ് കൊടുക്കണം. ഇപ്പം ഞങ്ങളുടെ അടുത്ത് പെരിയാർ വലി കരാലായിട്ട് നടക്കാവുന്നത് ഞാൻ പറയാൻ കാരണം കേൾക്കൊരു മനസ്സിലാവും. അവിടെ ഇതുപോലെ ചെറിയ തോടാണ് കനാൽ പോകുന്നത്. പക്ഷേ എടുത്ത സ്ഥലമുണ്ടല്ലോ, അതിന് 4 ഇരട്ടി സ്ഥലം എടുത്താണ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വന്നത്, പണ്ടൊക്കെ പിടിപ്പിച്ച്. അങ്ങനെ വേണം. പക്ഷേ ഇന്നത്തെ ആധുനിക തലമുറ, ആധുനിക എഞ്ചിനീയർമാർ നേരെ കൊട്ടിപ്പോക്കും. മലയാണെങ്കിൽ നേരെ കുത്തനെ വെട്ടി താഴ്ത്തും, ഫില്ലിംഗ് ആണ് നേരെ വെക്കും. എന്നിട്ട് കോൺക്രീറ്റ് ഹോളോ മിക്സ് ഇടും, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഷീറ്റ് ഇട്ട് മൂടും. ഒരു 5-10 വർഷം തന്നെ പോകും. പറഞ്ഞു വരുന്നത്, പൂന്യമ്പാവ് അടുത്ത് പറവൂരുടെ പൂന്യമ്പാവിൽ 2 കിലോമീറ്ററുകളും ദൂരത്തിൽ 35 അടിയായിട്ട് ഉയരത്തിൽ വെറുതെ മണ്ണിട്ട് പൊക്കിയിട്ട് ഈ കോൺക്രീറ്റിൻ്റെ ഹോളോ മിക്സ് പോലുള്ള വലിയ ഹോളോ മിക്സ് ഇട്ട് ജോയിൻ ചെയ്തതാണ്. ഞാൻ പോയി കണ്ടിട്ടില്ല, കണ്ട ആളെന്ന് തന്നെ വിളിച്ചു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സംഭവം ഗൗരവമുള്ള ആൾ നമ്മുടെ നാട്ടുകാരുടെ വെട്ടും പാർട്ടിക്കാരുടെ വെട്ടൊക്കെ സമരം ചെയ്ത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല സാർ, ഇതും പറഞ്ഞു, ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ ഹെർബർട്ട് റോഡിൻ്റെ പറയുമല്ലോ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ സർക്കാർ എൻജിനീയേഴ്സ് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അതിന് ഗ്യാപ്പ് കൊടുത്ത് സ്ലോപ്പാക്കി മുകളിലേക്ക് പോകണം. ഈ കട്ടി താഴ്ത്താണെങ്കിലും സ്ലോപ്പാക്കി എടുക്കണം. അതാണ് സുരക്ഷിതം. അല്ലെങ്കിൽ യാത്ര അവിടുത്തെ നാട്ടുകാർക്ക് കടക്കാൻ പറ്റില്ല. മാത്രമല്ല റോഡ് വളരെ മോശം. റോഡ് എപ്പോഴും അപകടം ഉണ്ടാകും. കാരണം ബീഹാറിലും മറ്റേ ഈ അടുത്ത കാലത്ത് 1000-800 കോടി മുടക്കി പാലങ്ങളൊക്കെ ഉദ്ഘാടനമായിട്ട് പുഴയിൽ പോയി കടലിൽ പോകണം. സൂക്ഷ്മക്കുറവാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, വിശ്വസ്ത സ്ഥാപനം, ജനങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞാൽ അറ്റ്ലസ്റ്റ് ആമീൻ അത്ര ചെറിയ രീതിയിൽ വളർന്ന് അതിന് മുൻപായിട്ട്
ഫാദർ ടോം ഉഴുന്നാലിൽ യമനിൽ ചെന്നപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. യമനിലെ ജയിലിലാണ്. അപ്പോൾ പള്ളികളിൽ ചർച്ചിൽ ചില പുരോഹിതന്മാർ അവിടെ ചില പ്രാർത്ഥന നടത്തി, ചില എന്തോ പിരിവൊക്കെ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ പബ്ലിക്കിട്ട് ആരുമില്ല. ആദ്യമായിട്ട് വോയിസ് ഓഫ് ജസ്റ്റിസിൻ്റെ ചെയർമാൻ ആയാലും മൊയ്തീൻ ഷായാണ് യമനിൽ തടയിൽ കിടന്ന ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കണം. അപ്പം ഞങ്ങളിതിൻ്റെ ഫയൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം മതപ്രചരണം നടത്തിയുള്ള. മതപ്രചരണം നടത്തി കഴിഞ്ഞാൽ കൊല്ലാനോ ജയിലിനോ ആദ്യമല്ല, ആ ആളെ നാട് കടത്തുക. അത് ഇന്ത്യയിലാണെങ്കിലും അതെ, അതാണ് ലോകനീതി നിയമം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയൊന്നുമല്ല, ജയിലിലിട്ട് കൊന്നിട്ട് കിടന്ന് വേറെ കാര്യം. അതുപോലെ യമനിലിട്ട് കൊല്ലാൻ പാടില്ലെന്നും ഞങ്ങൾ ശ്രമിച്ചപ്പോൾ പലരും ചോദിച്ചു, ഫ്ലെക്സൊക്കെ വെച്ച് അത് കണ്ടുപിടിച്ച് ചില ക്രിസ്ത്യൻ സ്ത്രീകളെ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ഫോണിനെ എവിടെ വയ്ക്കും, എൻ്റെ ഫോട്ടോ വയ്ക്കും, ഫോണും വയ്ക്കും, കാരണം കൃത്രിമില്ല, ഒറിജിനൽ അറിയാൻ വേണ്ടി. എന്നെ വിളിച്ചിട്ട് ആ ചേച്ചിമാർ, ആ സഹോദരിമാർ പറഞ്ഞു, എൻ്റെ പൊന്നു ഷാസാറ്, ഇത് നിങ്ങൾ വെച്ച ബോർഡ്, അതൊരു മുസ്ലിമായി നിങ്ങൾ വെച്ച ബോർഡ് കണ്ടു ഞങ്ങൾ എന്തുമാത്രം സന്തോഷം തോന്നി. കാരണം ഒരാളെങ്കിലും അവിടെ ഉണ്ടായില്ലെന്ന്. ഏതെങ്കിലും ആ ബോർഡ് വെച്ച് 1 മാസത്തിനകം ടോം ഉഴുന്നാലിനെ മോചിപ്പിച്ച്. അപ്പോൾ POC സെൻറ്ററിൽ പാലാത്തെ കത്തോലിക്ക സഭയുടെ ആ മോചിപ്പിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇപ്പോൾ അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യാണെന്ന്. അതായത് യമനിൽ നിന്ന് ദുബായി പോയിട്ട് അവിടെ പിന്നെ ഇറ്റലിയിലേക്ക് ഒറ്റ പോകുന്നു. സത്യമായിരുന്നു, അത് വിവരം കിട്ടി. അപ്പോൾ അതങ്ങനെ മോചി നടത്തി. അവസാനം ഡോൺ ബോസ്കോയിൽ വന്ന് പിന്നെ അച്ഛൻ സ്വീകരണം കൊടുത്തപ്പോൾ സഭ നേതൃത്വം, ഞാനും എൻ്റെ സെക്രട്ടറി ജോസഫ് യുദ്ധ വീട്ടിലും വിളിച്ച് ഞങ്ങൾക്ക് ഒരു മാന്യമായിട്ട് ആദരിച്ചു. ഓക്കെ. അങ്ങനെ ഇരിക്കുവാണ് ഞാൻ ഹോട്ടൽ വേദാന്ത സിനിമാടി മമതയുടെ ഭർത്താവിൻ്റെയാണ്, ഇപ്പം അത് ഡൈവോഴ്സൊക്കെ ആയല്ലോ. അവിടെ ഒരു കാഴ്ച ചെന്നപ്പോഴും അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, ഷാസാറ് നിങ്ങൾ ഇങ്ങനെ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കാൻ വേണ്ടിയതല്ലോ നിങ്ങൾ ഈ പിന്നെ നമ്മുടെ അറ്റ്ലസ് സ്വാമിയേന്ദ്രൻ ബുദ്ധായി ജയിലിൽ കിടന്നിട്ട് നിങ്ങളിന്ന് ഇടപെടാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്ന സുഹൃത്തെ, എനിക്ക് ജാതി മതം, എനിക്കൊരു വിശ്വാസമുണ്ട്, അത് മനസ്സിൽ. ജാതി മതം ഒന്നുമില്ല. ജാതി മത വർഗ ലിംഗ ദേശഭേദമില്ലാതെ നീതിക്ക് വേണ്ടി ചെയ്ത സർവ്വസ്നേഹിയാണ് ഞാൻ. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 1000 കോടി രൂപ പിന്നെ യൂസഫ് അലി സാഹിബ് ഗ്യാരണ്ടി നിന്ന് അദ്ദേഹം പുറത്തു പോകുന്ന ഒരു റിപ്പോർട്ട് കിട്ടിയത്. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ ടീം പോയത്, 5 പേരുടെ ടീം പോയത് തൃശ്ശൂരാണ്. ഇദ്ദേഹത്തെ വീട് തൃശ്ശൂർ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ വൈഫായിട്ട് ചെറിയൊരു പരിചയമൊക്കെ കൊണ്ട് ആ വൈഫ് പരിചയപ്പെടുന്ന മുമ്പുള്ള കാലം അവിടുത്തെ ഈ ഇതുണ്ട് അക്ഷരശ്ലോക മത്സരത്തിൻ്റെ ആളാണ്, കലാകാരൻ കൂടിയാണ്. അതാണല്ലോ പറ്റിയത്. എല്ലാം ഒരാഴ്ച അവിടെ ക്യാമ്പ് ചെയ്തെല്ലാം മനസ്സിലാക്കി, അദ്ദേഹത്തെ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ വാർത്ത കൊടുത്തു. ഇതുപോലെ ഫ്ലെക്സൊക്കെ വെച്ച് മോചിപ്പിച്ചു. അതിൽ ആവശ്യം മോചിപ്പിച്ചു. പക്ഷെ ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ ഈ 1000 കോടി രൂപയുടെ ഇന്ത്യ പോലില്ല. ദുബായിലൊക്കെ അഴിമതി അല്ല കൊടുക്കണം, ഈ പണം കൊടുത്ത് പോകത്തുള്ളൂ. ഇവിടുത്തെ പോലെ അങ്ങനെ ഒളിച്ചു പോകാനും പറ്റില്ല. അങ്ങനെ വന്നില്ല. ഏതാണ്ട് മാസങ്ങളിൽ അവിടെ കിടന്ന് അദ്ദേഹം മരിച്ചുപോയി. അപ്പം എന്താ പറയാൻ കാര്യത്തിൽ, ഇത്രയും ശാന്തനും സുന്ദരനുമായ കേരളത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ഒരൊറ്റ ചാനലും ഇദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പൈസ സംഭാവന വാങ്ങിക്കുന്ന ആൾ എക്സെപ്റ്റ് ഞാനും എൻ്റെ പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ പരസ്യം വന്ന് 6 മാസം കഴിഞ്ഞാണ് പേയ്മെൻറ്റ്. ഇദ്ദേഹത്തിന് 6 മാസം മുമ്പ് മുന്നായിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു. 100 കോടി രൂപയൊക്കെ വലിയ സ്വത്ത് സമ്പന്നരായത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ. ഒന്ന്, അദ്ദേഹം ദുബായിൽ സ്വർണത്തിന് വില ഏകീകരിക്കാൻ ശ്രമിച്ചു. അത് കള്ള സ്വർണ്ണക്കാർക്കൊന്നും ബുദ്ധിമുട്ടായി സമ്മതിച്ചില്ല. അങ്ങനെ അത് തകർത്ത കൂട്ടത്തിൽ കള്ളച്ചക്കുണ്ടാക്കി. ആ ഒരു സിനിമ നമ്മൾ കണ്ടില്ലേ, ഈ പിന്നെ തുറുപ്പുകുലാൻ സിനിമയിൽ ഏതാണ്ട് അതിൻ്റെ ഒരു സൂചന മാത്രം. അതുപോലെ രക്ഷപ്പെട്ടില്ല. അങ്ങനെ ചെയ്ത കേസ്. അപ്പോൾ അത് അന്ന് ഉദ്യോഗസ്ഥന്മാരും മാനേജർമാരും ഒക്കെ കിട്ടിയ വിലക്ക് വിറ്റ് കൊണ്ടുപോയി. മകളെ പോലും അവിടെ ജയിലിലിട്ട് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി. ഒരു മരുമകളുള്ളത് പുറത്തു പോയി. ആ ഭാര്യ ഇന്ദിരാ വീട്ടമ്മ, അവർ അദ്ദേഹത്തിനെ വളരെ കാര്യമായിട്ട്, ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു വെറും ഒരു വീട്ടമ്മ, യാതൊരു ബിസിനസ് വഴിയില്ലാത്ത ഇദ്ദേഹത്തെ ഇറക്കാൻ വേണ്ടി അസാധ പരിശ്രമം നടത്തി. പക്ഷെ ഇറക്കാൻ പറ്റിയില്ല.
ജയിലിൽ നിന്ന് ഇറക്കി. പക്ഷേ ഇന്ത്യയിലേക്ക് വരുത്താൻ പറ്റിയില്ല. അങ്ങനെ തോൽപ്പിച്ച കാര്യം സൂചിപ്പിക്കുകയാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഫ്രോഡല്ല, സോറി, അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തെ കൊല്ലുന്നവർക്ക് 100 കോടി രൂപയാണ് ഇറാൻ ഓഫർ ചെയ്തത്. 100 കോടി രൂപ, $1 കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 കോടി രൂപ വരും ഇന്ത്യൻ റുപ്പീസ്. ഒരു പക്ഷേ ഒരു കൊലക്കേസ് ആദ്യമായിട്ട് ഇത്രയും എമൗണ്ട് കൊടുക്കുക ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹമൊക്കെ ഭയന്നിരിക്കുകയാണ്. ലോക രാഷ്ട്രങ്ങൾ നയിച്ചു വിറപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലിൻ്റെ നെതന്യാഹു ഒക്കെ ഇന്ന് ജീവന് വേണ്ടി കേഴാണ്, ഒളിച്ചു നിൽക്കുകയാണ്, പിന്നെ പ്രാണ പോകുന്ന വിഷമത്തിൽ നിൽക്കുകയാണ്. വല്ല ആവശ്യമുണ്ടോ? എന്ത് നേടി? ഈ ആൾക്കാരെ കൊന്ന് ഇത്രയും കോടാനുകോടി നശിപ്പിച്ചു. അപ്പോഴൊരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നശിപ്പിച്ചെങ്കിലും അവരെ സംബന്ധിച്ച് നമുക്ക് നേട്ടമാണ്, 10-100 ഇരട്ടി ലാഭം കിട്ടാണ്. അത് ഇന്നിപ്പോൾ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നെതന്യാഹു ആണെങ്കിലും ഫ്രെഡ് അത് എന്തോ പേര് പോലും അത് കണ്ട് മോശമായിട്ട് കാര്യമാണ്. അവരൊക്കെ ആണെങ്കിലും പിന്നെ എന്താണ് പറയുന്നത്, ഇന്ന് വിഷമിച്ച് നിൽക്കുകയാണ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച 10,000-കണക്കിന് ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ അറിഞ്ഞും അറിയാതെയും ഒന്നും കൊഴിച്ചിട്ട് ട്രംപൊക്കെ ഇപ്പോൾ പ്രതിസന്ധി കണ്ടു നിൽക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പാടി വരും. അത് ഇറാന് വേണ്ടി നമ്മൾ വാദിക്കുന്നല്ല, ഞാൻ പറഞ്ഞ ഇറാൻ്റെ എല്ലാ ചെയ്ത് നമ്മൾ അനുകൂലിക്കുന്നില്ല. ഒരു കാര്യം ഇറാനോട് പറയാനുള്ളത്, നിങ്ങളവിടെ ഏതാണ്ട് 9 കോടിയാണ് മുസ്ലിങ്ങളുള്ളത്. ഞങ്ങളിവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയാണ്. അതിൻ്റെ 30 കോടികളുണ്ട്. പക്ഷേ കണക്ക് യഥാർത്ഥത്തിൽ വരുമ്പോൾ ഇപ്പോൾ വരും പുതിയതായിട്ട് 22 കോടി സംതിങ് ആണ് ഈ ഇന്തോനേഷ്യ. അത് കഴിഞ്ഞപ്പോൾ അതിലല്പം കുറവാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് 2ാം സ്ഥാനമാണ് ലോകത്ത്. പക്ഷേ 1ാം സ്ഥാനം മുസ്ലിങ്ങളുണ്ട്. അതിന് 30 കോടികളുണ്ട്. ഞങ്ങളിവിടെ ഒരു 30 കോടിയോളം മുസ്ലിങ്ങൾ താമസിക്കുന്നു ഇന്ത്യയിൽ. അത് കുറച്ച് പേരൊക്കെ കഷ്ടത്തിലുമാണ്, ബാക്കി കുറേ പേര് തന്നെ പോകും. അധികം പേരും പ്രതിസന്ധിയില്ല. അത് ഓർമ്മ വെച്ച് വേണം നിങ്ങൾ ഓരോ കാര്യം പറയാൻ. കാരണം ഇപ്പോൾ ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള എതിർക്കുമ്പോഴല്ല, ഇന്ത്യ എതിർത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. ആ വാക്ക് ഞങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണ്. ഞങ്ങളുടെ മാതൃരാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയോട് എതിർക്കുന്ന ഓരോ വാക്കും ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് 30 കോടി ജനങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർത്ത്, മുസ്ലിങ്ങളുടെ രാജ്യമാണെന്ന് ഓർത്ത് വേണം നിങ്ങൾ കാര്യം ഇടപെടാം. നേരിട്ട് ഇതേവരെ ഇറാനെ നമ്മുടെ രാജ്യം എതിർത്തിട്ടില്ല. പരോക്ഷമായിട്ടെങ്കിലും അനുകൂലിച്ചിട്ടുള്ളൂ. അതൊക്കെ ഓർമ്മ വെച്ച് വേണം ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ കപ്പലൊന്നും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മുടെ കപ്പലൊന്നും നമ്മുടെ ആൾക്കാരെ ഒന്നും തടയാനോ ആക്രമിക്കാനോ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചില സൂചന പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന വേഗം ഇനി ഇറാനിലേക്ക് ഇന്ത്യക്കാർ പോകരുത്, അവിടെ ഉള്ളവർ എങ്ങനെയും കിട്ടുന്ന വണ്ടിക്ക് പോകുന്നുള്ളൂ എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കൊടുത്ത അതേ ഭാഷയിൽ തന്നെ ഞങ്ങൾ വെള്ളത്തിലാക്കരുത്, ഇതൊക്കെ പറയാനുള്ളൂ. ഇനി കാര്യങ്ങൾ കിടപ്പുകനി. പിന്നെ മറ്റൊന്ന്, ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ, നമ്മൾ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്, ഈ 95 മുസ്ലിം സമുദായത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട മെഡിക്കൽ സീറ്റ് വിറ്റ് 95 സീറ്റുള്ള കുറച്ച് വിറ്റ് പോയിട്ടുണ്ട്. അത് MESഉം ക്രിസ്ത്യൻ മിഷണറിമാരും അല്ല കോളേജിലല്ല കുഴപ്പം, അല്ലാത്ത ചില അൽ അസ്ഹർ, പിന്നെ കരുണ മെഡിക്കൽ അങ്ങനെയൊക്കെയുള്ളതാണ് വിറ്റിരിക്കുന്നത്. മേലാൽ ആവർത്തിക്കുന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇത്രയും കാര്യം. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇന്നും നിർത്താം. അത് മറ്റൊന്നുമില്ല. ഇപ്പോൾ UDF ഭരിക്കുകയാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിൻ്റെ പ്രവൃത്തി ദോഷമോ അല്ലെങ്കിൽ ശ്രദ്ധ കുറവുണ്ടോ എന്നും ആകട്ടെ, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ ഗ്രൂപ്പിസോ ഉണ്ട്. LDFിൽ ഒരു പാർട്ടി, 1-2 പാർട്ടികൾ LDF വിടാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ കൈവിട്ട് വന്നാൽ വരുന്നതും ഇന്ത്യയിൽ ഇതന്നെ UDF ആണ്. ആ UDFിൻ്റെ രീതി, സതീഷൻജിയും മുസ്ലിം ലീഗിൽ നിന്ന് യോഗം കൂടാണ്. മുസ്ലിം ലീഗിൻ്റെ യോഗം കൂടുമ്പോൾ വഖഫ് ബോർഡിൽ 2 അബൂസികളെ നിയമിക്കണം എന്ന് ഇന്ത്യ ഗവൺമെൻറ് പുതിയ നിയമം പറഞ്ഞപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിലും
സുപ്രീം കോടതിയിൽ കൊടുത്ത് കേസ് നിൽക്കാതെ തന്നെ ഇപ്പോൾ ഹൈക്കോടതി സതീഷിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ അത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇന്നിപ്പോൾ ലീഗിൻ്റെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയുള്ളത് അങ്ങനെ ഞങ്ങളുടെ ചെലവിൽ LDFൻ്റെ ആൾക്കാർ വക്കം ബോർഡിൽ നിൽക്കണ്ട എന്ന് പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. ഇതിനിപ്പോൾ ആയി കാണുന്നതാണ് മുൻപത്തെ എട്ടല്ലേ ആവും. അവിടെ ഒരു പോയിൻ്റ് ഉള്ളത്. അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ചെലവ്, അത് UDF ചെലവിൽ LDFൻ്റെ ആൾക്കാരെ ഒക്കപ്പോൾ വയ്ക്കേണ്ട സംഭവിച്ചു. അതിന് നിങ്ങൾ രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് വേണമെങ്കിൽ അത് പിരിച്ചുവിടാമല്ലോ. അങ്ങനെ നിയമം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതെന്താ ഹൈക്കോടതിയും BJPയും കരുവാക്കണത്? നിങ്ങളുടെ ആൾക്കാരെ വയ്ക്കാൻ വേണ്ടിയാണ് എങ്കിൽ ഓക്കെ, അത് പറയാതെ നിങ്ങൾ എന്തു പ്രാതിഥ്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അത് പൊരിച്ചു വിടണം എന്ന് പറയുകയും ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാണോ? മുസ്ലിം ലീഗ് എന്നെ മറ്റ് മുസ്ലിം സമുദായ നേതാക്കളെ, അതായത് നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണല്ലോ മലയാളികൾ. ഗോതമ്പ് കഴിക്കുന്ന വടക്കേന്ത്യക്കാരല്ലേ. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാവില്ലേ? അപ്പോൾ ഒരു കാര്യം സതീശൻ ജി ആയാലും മുസ്ലിം ലീഗ് ജി ആയാലും ഏത് ജി ആണെങ്കിലും കേരളത്തിൽ ഒരു ഒന്നിച്ചെല്ലാം കൂടി മുസ്ലിങ്ങളുണ്ട്. അതിൽ 3 മുസ്ലിം അനുഭാവികൾ മാത്രമാണ് ലീഗിൻ്റെ കൂടെ ഉള്ളത്. ബാക്കി 2 ഭാഗം പുറത്താണ്. ഈ 2 ഭാഗം മുസ്ലിങ്ങളെ, അത് കമ്മ്യൂണിസ്റ്റാലും BJP ആണെങ്കിലും അവർ നിങ്ങൾ പൊട്ടനാക്കരുത്. അവരെ നിങ്ങൾ പൊട്ടനാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും. അത് പറയുമ്പോൾ ഒരു പക്ഷേ ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ലീഗിനെ ലീഗിനെ തോൽപ്പിക്കണം ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. കാരണം ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്. അവർ ചില പോരായ്കളൊക്കെ ഉണ്ട്. കുഞ്ഞാക്കൊക്കെ വിചാരിച്ചാൽ പരിധിക്കുറിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടേതായ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ പലതും മുസ്ലിം സമുദായത്തിന് ഗുണകരമല്ല. കാരണം പിന്നെ ദേവസ്വം ബോർഡിൽ എത്ര മുസ്ലിങ്ങളുണ്ടോ? ക്രിസ്ത്യൻ സഭയുടെ സംഘടനയിൽ എത്ര മുസ്ലിങ്ങളുണ്ടോ? ഈഴവൻ്റെ എത്ര മുസ്ലിങ്ങളുണ്ടോ? വഖഫ് ബോർഡിൽ മാത്രം മുസ്ലിങ്ങൾ വേണം എന്ന് പറയുമ്പോഴേ അത് വാസ്തവം പറഞ്ഞാൽ അതൊരു വഞ്ചനയും തെമ്മാടിത്തരല്ലേ. ആര് നിയമം പറഞ്ഞാലും നിയമം എല്ലാത്തിനും തുല്യമായിരിക്കണം. അതല്ലേ ശരി? അതൊക്കെ കോൺഗ്രസിൻ്റെ പിടിപ്പേടെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഈ BJP ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സംഘടിപ്പിച്ച് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് BJP താഴെ ഇറക്കാനുള്ള ശ്രമം നമ്മുടെ രാഹുൽജി കത്തോലിക്ക കോൺഗ്രസ് ഇല്ല. മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ, മലപ്പുറം ലീഗ് ഇല്ല. ഇന്ന് പോയത്തെ പറഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് ഞങ്ങൾ പറഞ്ഞപ്പോഴേ മലപ്പുറം ലീഗ് കോൺഗ്രസ് മലപ്പുറം ലീഗ് കോൺഗ്രസ് ആട്ടെ ഒരു പേര് ഒരുത്തം പറഞ്ഞത്. എന്തൊക്കെയായിരുന്നറിയോ? ലക്ഷക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയ ക്ഷീണം അതിനോടനുബന്ധിച്ച് 10, 15, 20 പേരൊക്കെ ആത്മഹത്യ ചെയ്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് യന്ത്രം പ്രവർത്തിച്ച് കപ്പൽ തീവണ്ടി ഓടിച്ചൊക്കെ നല്ല കാര്യം, തെറ്റൊന്നുമില്ല. അദ്ദേഹം വിദേശത്തേക്ക് ഏതാണ്ട് ആഘോഷിച്ചു പോയ കാരണം നമ്മുടെ പ്രതിപക്ഷം എന്താ പറയുന്നത്? ലെഫ്റ്റ് ലീഡർ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ലീഡർ, ഓപ്പോസിഷൻ ലീഡർ, ഓയിലും PM-ഉം ഒക്കെ ചൊവ്വാസ് പോയേക്കാണ്. ഇവിടെ ഒരാളെ ജീവൻ മരണം പോകാൻ കിടക്കുന്നു. ഇപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ പോലീസ് നിർബന്ധമായിട്ട് കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് കയറ്റാണ്. സാധാരണ ചെയ്ത് അങ്ങനെയാണ് അത് ചെയ്യണം. അതും ചെയ്യാൻ നോട്ടമുണ്ടായില്ല. സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ജീവന് വിലയുണ്ട്. ഒരു എറുമ്പിൻ്റെ ജീവൻ മുതലും ആളുടെ ജീവനെല്ലാം തുല്യ വിലയുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജി ഇതേവരെ അനങ്ങിയിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ ചോദിച്ചാൽ ജീവിച്ചിട്ട് അറിയില്ല, ഇന്ത്യയിൽ വന്നിട്ട് അറിയില്ല. എങ്ങാണ്ട് രാജസ്ഥാനിൽ പറ്റോ ചെറിയൊരു പ്രകടന ഒരു സമ്മേളനം വെച്ചായിട്ട് കേൾക്കുന്നുണ്ട്. അത് പുള്ളിയിൽ പങ്കെടുത്തറിയില്ല ആരോഗ്യ കോൺഗ്രസിനെ കൊണ്ട്. അതുപോരാ, നിങ്ങൾ ശരിക്കും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്, പ്രതിപക്ഷ ലീഡറാണ്. നിങ്ങൾ ഇതുപോലെയുള്ള അനാചാരങ്ങൾ അല്ലെങ്കിൽ അനീതി ചെയ്യുമ്പോൾ, ഇപ്പം ഭഗവാന്റെ കാര്യം പറയുമല്ലോ, പിന്നെന്താണ് അസംഭാമി യുഗ എന്നൊരു പ്രയോഗമുണ്ട്. ഇവിടെയുള്ള അനീതിയും അക്രമവും നടപാടുന്നു അന്ന് അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ഹിന്ദു പുരാണം പറയും പോലെ രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കേണ്ടിയിരുന്നത്.
പറ്റിയോ? നിങ്ങൾക്ക് BJP വെച്ചുള്ള എല്ലാവരും കൂടെ നിർത്താൻ പറ്റിയോ? പറ്റിയില്ല. ഈ പടുവൃദ്ധന്മാർ, ഈ പിണറായി ഉൾപ്പെടെ 90 വയസ്സുകാരനെയും ഈ ഗാർഗയും കൂർഗയൊക്കെ 90 വയസ്സുകാർക്ക് മാറ്റി ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം. അതാണ് ഇപ്പൊ നടക്കുന്നത്. എന്ത് നടക്കുന്നത്? കോക്രോച്ച് പാർട്ടി. അപ്പൊ ചെല്ലു പറയണ്ട് കോക്രോച്ച് പാർട്ടിയൊക്കെ പിന്നെ കൊടി പച്ചയും കാവ്യാണ്. അതുകൊണ്ട് ഇവരെല്ലാം സംഘടിപ്പിച്ചിട്ട് BJPക്ക് പിന്നീട് സപ്പോർട്ട് ആം ആദ്മി പാർട്ടി ചെയ്തല്ലേ സപ്പോർട്ട് ചെയ്തുകൂടാതില്ല. അതുപോലെ അല്ലെങ്കിൽ ആസാമിലെ ഗണപരിഷത്ത് അവസാനം സംഘടിപ്പിച്ച് അവസാനം BJP പോകാൻ സാധ്യതയുണ്ടോ സംശയമുണ്ട്. ആകട്ടെ, 70-ാം വയസ്സിൽ തെണ്ട് വിചാരിച്ചിട്ട് 7-ാം വയസ്സിൽ പാളെടുക്കണോ? അവരങ്ങനെ ഇപ്പോഴത്തെ സതീഷ് ജിക്ക് മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ നിരാഹാരം ഇരിക്കാൻ ശ്രമിച്ച ആളാണ് മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും. അത് വേണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ല. ആ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസം പറയേണ്ടി വരുന്നു. അതുപോലെ അവരങ്ങനെ സംഘപരിവാർ ചായ കാണിക്കൽ അപ്പോൾ ആലോചിക്കാം. ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരു ഭാഗത്ത് ശരിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അതിൽ ബേബിയൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നാണ് ഒരു പിന്നെ തീവണ്ടി നിറച്ച ആളെ പോകുന്നവരുടെയൊക്കെ ഉണ്ട്. CPI മറ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് നൺ. സമയം സന്ദർഭം ആരെയും കാത്തിരിക്കില്ല. അതൊക്കെ ലോകതത്വമാണ്, വേൾഡ് ഫിലോസഫിയാണ്. അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് നൺ. സമയവും സന്ദർഭം ആരെയും കാത്തിരിക്കില്ല. ഈ കാറ്റോടുമ്പോൾ തൂറ്റിച്ചാൽ ഈ ചണ്ടു പോകുന്നത്, ഈ നെല്ല് പാടത്ത് കൊയ്ത് വയ്ക്കുമ്പോഴേ നല്ല കാറ്റുള്ളപ്പോൾ ഇങ്ങനെ തൂറ്റി കൊണ്ടിരിക്കുമ്പോൾ ചണ്ടി പോവും, നെല്ല് മാറ്റി കിട്ടും. പണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആവശ്യം ഉപയോഗിക്കണ്ടോ? ഈ രാഹുൽ ഗാന്ധി, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തിനാണോ ഈ അവസരം കിട്ടിയത്? നിങ്ങൾക്ക് എന്താണ് പ്രതിപക്ഷ നേതാവ് കിട്ടിയത്? നിങ്ങൾക്ക് എന്താണ് പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇന്ത്യ ജനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചത്? ഭരണകക്ഷിക്ക് എന്തെങ്കിലും അപാകത പറ്റിയ അത് തിരുത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷ ചുമതല. അല്ല നിങ്ങൾക്ക് കാര്യം സാധിച്ചു കമ്മീഷൻ വായിച്ചു അല്ലെങ്കിൽ പണം ഉണ്ടാക്കലല്ല. രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് എന്തെങ്കിലും അപാകതയോ വീഴ്ചയോ പറ്റിയാൽ അതിനെ അത് മാറ്റി നിർത്താൻ വേണ്ടി താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചുമതല. ജനാധിപത്യത്തിന്റെ ഡെഫിനിഷൻ അറിയല്ലോ. നിങ്ങളുടെ ആശയത്തെ ഞാൻ അങ്ങേറ്റം എതിർക്കും. പക്ഷേ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് തടസ്സം നേരിട്ടാൽ ഞാൻ എൻ്റെ ജീവൻ വരെയും കൊടുക്കാൻ തയ്യാറാണ്. അതാണോ ജനാധിപത്യത്തിന്റെ ഡെഫിനിഷൻ? ജനാധിപത്യ പര്യായം അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഡെഫിനിഷൻ അതാണ്. അത് പ്രതിപക്ഷം നിർവഹിക്കുന്നുണ്ടോ? ഇപ്പൊ കേരളത്തിൽ ദേശീയ ലെവലിൽ മാത്രമല്ല, കേരളത്തിലെടുത്താലും ഈ ഇത്രയും ക്ഷീണം പറ്റിയപ്പോൾ മനുഷ്യത്വത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പിണറായി സഖാവ് മാറി മക്കൂലേ? ക്വാളിറ്റി നോക്കണം. എന്നിട്ട് കാത് കുത്തോണ്ട് തീർച്ചയ്ക്ക് പോയി പിണറായി വിജയനൊക്കെ എങ്ങനെ നമ്പാൻ പറ്റുള്ളൂ? അതെ, ED വന്നപ്പോൾ സമരം ചെയ്തതിൻ്റെ വിനീതല്ലോ, കാല് മുറിക്കൽ തന്നെ തല്ലുകൊണ്ടിട്ട് എന്നിട്ട് ജാമ്യം കൊടുത്തില്ല. ദിവസം 50 ദിവസമായിട്ടായിരുന്നു, 10 ദിവസമായി ജാമ്യം കൊടുക്കുകയില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് സഖാവ് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ എതിർപ്പ്. അദ്ദേഹം എത്ര മാന്യനായ രാഷ്ട്രീയക്കാരാണ്. അദ്ദേഹത്തിന് മകനെ ഇതുപോലെ കേസ് എന്നറിയോ, കഞ്ചാവ് കേസോ അല്ലെങ്കിൽ ലഹരി കേസാണ്, ജാമ്യത്തൊക്കെ. അത് വന്നപ്പോൾ എന്താണ് കോടിയേരി പറഞ്ഞത്? നിയമത്തെ വഴി, മകൻ്റെ വഴി. ഇത് തന്നെയാണ് അന്ന് സെക്രട്ടറി ആയിരുന്ന പിണറായി പറഞ്ഞതും. നിയമത്തെ വഴി പാർട്ടി നോക്കേണ്ട കാര്യമില്ല, അത് അവർ നോക്കിക്കോളും. പക്ഷെ പിണറായിയുടെ മകൾക്ക് ഇത് തന്നപ്പോഴേ ഇതെല്ലാം മാറിയല്ലോ. ഈ കൈക്കൂലിയും പ്രതാപം പണം ഉണ്ടാക്കിയവരെല്ലാം അദ്ദേഹത്തിന് ബോധിപ്പിക്കണം. അതായത് ഒരു രാജാവിൻ്റെ പശു ഒരു പറമ്പിൽ വീണു. രാജാവിൻ്റെ പശു പറമ്പിൽ വീണപ്പോൾ രാജാവിനോട് പിന്നെ സിമ്പതി കാണിക്കാൻ വേണ്ടി എല്ലാവരും കിണറ്റിലേക്ക് ചാടി. അവസാനം ചാടാൻ സ്ഥലമില്ല. അപ്പം പിന്നെ വന്നല്ല അടുത്ത പറമ്പിൽ കയറ്റി ചാടി. കാര്യം രാജാവിനെ ബോധിപ്പിക്കണ്ടേ. അതിൻ്റെ മറുവശം പറഞ്ഞാൽ തഹസിൽദാർ മരിച്ചു കഴിഞ്ഞാൽ, തഹസിൽദാരുടെ ഭാര്യ മരിച്ചാൽ ഒരുപിടി ആൾക്കാരുണ്ടാവും. തഹസിൽദാർ മരിച്ച പിന്നെ ആരും ഉണ്ടാവില്ല. കാരണം എന്താ? പിന്നെ കാണാനില്ലല്ലോ. അത് പിണറായി കാണിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു. പിണറായിയുടെ ആനുകൂല്യം പറ്റുകയാണല്ലേ.
മറിച്ച് ഈ പിണറായിയുടെ അധികാരം പോയി ഈ പറയുന്ന സഖാക്കള് ഒരെണ്ണം ഈ പിണറായിയെ വകായിക്കുമോ? ചെരുപ്പിനറിയില്ലേ? ആരെങ്കിലും അതെ, പിണറായി മാത്രം ആരെങ്കിലും അതെ, ഏത് വലിയ കാത്തായാലും അങ്ങനെയാണ്. കാരണം അധികാരം ഉണ്ടെങ്കിൽ മാത്രമാണ് സാറ് വിലയുള്ളൂ. അധികാരം പോയി പണമില്ലാത്ത പീഠമാണെന്ന് പറയുമ്പോൾ അധികാരമില്ലാത്ത പീഠ. ഇപ്പം ഞങ്ങൾക്ക് നേരിട്ട് അധികാരമില്ല. ഇപ്പം UDF കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് അധികാരമില്ല. അതുകൊണ്ട് ആണ് അധികാരം തന്നെ വേണം. അധികാരം പോയി. എന്നിട്ട് ഈ സഖാക്കള് എന്ത് മനസ്സിലാക്കി? അപ്പോൾ സഖാക്കൾ ഉൾപ്പെടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി ഉൾപ്പെടെ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിങ്ങൾ കാണിക്കുന്നത് തികച്ചും വഞ്ചനയും തെറ്റും പാവപ്പെട്ട സമൂഹത്തെ ജനങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യണം. അത് വേണ്ട എന്നാണ് കോക്രോച്ച് പാർട്ടി പറഞ്ഞത്. ഞങ്ങൾ ഇതിൻ്റെ പറഞ്ഞത് അതാണ് സ്വതന്ത്രമായ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത്. നിരീക്ഷകനല്ല, നിരീക്ഷണമാണ്. അതിലൊരാൾ മാത്രമാണ് ഞാൻ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ജയ് ഹിന്ദ്.